ഹലോ, നമുക്കിന്നൊരു കിടിലൻ പക്കോടയുടെ റെസിപ്പി ആയാലോ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി പക്കോട എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് 2 സവാള എടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കുക, നീളത്തിൽ അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഈ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതായത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിയാക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തെടുത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചാൽ നമ്മുടെ പൊക്കവടക്ക് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും അടിപൊളിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ സാധാ പൊക്കവട ഉണ്ടാക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുഴച്ചെടുക്കുക. പിന്നെ നല്ല ചൂട് എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സവാള നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ മൈദയോ അല്ലെങ്കിൽ കടലമാവൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഗോതമ്പ് പൊടി അങ്ങനെയല്ല, അരിപ്പൊടി പോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തു വന്നിരിക്കുമ്പോൾ നല്ല കട്ടനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പക്കവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വരാം. ഓക്കെ, ബൈ.